ഗൈസ് എന്നെ ബോർഡ് തുറക്കുന്ന ഡസ്റ്റർ വെച്ച് ചന്തിക്കിട്ട് എറിഞ്ഞ്. ഗൈസ് ഒരു ദിവസം ക്ലാസ്സിൽ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുത്തം വന്നിട്ട് എൻ്റെ ഡസ്റ്റർ വെച്ചിട്ട് ബ്ലാക്ക് ബോർഡ് കൊടുക്കുന്ന ഡസ്റ്റർ വെച്ചിട്ട് എൻ്റെ ചന്തിക്കിട്ട് അവൻ നൈസായിട്ട് ഒരു പാടിട്ട് ഞാൻ പുറത്തായിട്ട് ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ വിടുമല്ലോ. സ്കൂൾ വിടുമ്പോൾ ഇറങ്ങും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ ബസ് നോക്കിയല്ലേ പോകുന്നത്. നമ്മുടെ ബസ് നോക്കി നമ്മൾ പോകുമല്ലോ. നമ്മുടെ ബസ് വിട്ടാന്ന് അറിയാൻ വേണ്ടി നിങ്ങളെങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? CBSE പ്രൈവറ്റായിട്ട് പഠിക്കുന്ന പിള്ളേരായാലും ഗവൺമെൻറ് പഠിക്കുന്ന പിള്ളേരായാലും ബസ് കിട്ടുമെന്ന് നമുക്ക് നോക്കി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പിള്ളേർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ചിരിച്ചിട്ടിരിക്കുന്നത്. എന്താണ് ചന്തിയിലെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഡസ്റ്ററിൻ്റെ പൊടി ഇരിക്കുന്നു. ഒരു കൈപ്പത്തി പാടിട്ട് ഡസ്റ്ററിൻ്റെ പൊടി ബാക്കി ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവൻ തന്നെ ചെയ്തതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അവനോടൊരു റിവഞ്ചിന് പോയി. എൻ്റെ റിവഞ്ച് എന്ന് പറയുമ്പോൾ സ്വീറ്റ് റിവഞ്ച് ആയിരിക്കും. എൻ്റെ റിവഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം എല്ലാവരും. ഓക്കെ, എൻ്റെ റിവഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് ഞാൻ വ്യക്തമായ പ്ലാനോടെ സ്കൂളിൽ ചെന്ന് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂള് വിടുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ പീരീഡിന് ആകാൻ നേരത്ത് ഞാൻ ബാഗ് തമ്മിൽ കെട്ടി വെച്ചു. അവൻ്റെയും വേറൊരുത്തൻ്റെയും ബാഗ് തമ്മിൽ രണ്ട് വള്ളി തമ്മിൽ ഇങ്ങനെ കെട്ടി വെച്ചു. അപ്പോൾ അതാവുമ്പോൾ അവൻ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ബസ് അവൻ്റെ പോവും, അല്ലെങ്കിൽ അവൻ സീനാകും. അവൻ ഒറ്റയ്ക്ക് സ്കൂളിൽ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ 2 ബാഗിൻ്റെ വള്ളി തമ്മിൽ കെട്ടിയിട്ട് അവൻ സ്കൂളിൽ പോയി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഞാൻ ആ മൊമെൻറ്റിന് വേണ്ടി കാത്തിരുന്ന്. അപ്പോൾ ഞാൻ സ്കൂൾ വിടാൻ നേരത്ത് പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ സ്കൂൾ വിടാൻ നേരത്ത് ഇങ്ങനെ ബെല്ലടിക്കുന്ന നേരം പെട്ടെന്ന് ഇങ്ങനെ ഓടാൻ നേരത്ത് എനിക്ക് ഓടാൻ പറ്റിയില്ല, അവൻ ഓടാൻ പറ്റിയില്ല. കാരണം ഞാൻ എൻ്റെ ബാഗും അവൻ്റെ ബാഗും തമ്മിലാണ് കെട്ടിയിട്ട്. എനിക്ക് സംഭവം പറഞ്ഞാൽ മാറിപ്പോയി. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അവസാനം പാരയായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും ബസ് വീട്ടിൽ പോയി. ഞങ്ങളുടെ വീട്ടുകാരാണ് വിളിക്കാൻ വന്നത്. ആപ്പാട് സീനായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടേ? പറയട്ടെ. ഓക്കെ, ബൈ. ലവ് യു ഓൾ.